Hi everybody. Today we are going to study an important discourse, that is the poem appreciation. How to write an appreciation of the poem. ഒരു പോയത്തിന്റെ അപ്രീസിയേഷൻ എങ്ങനെ നമ്മൾ എഴുതാം, എന്തൊക്കെ പോയിന്റ്സുകളാണ് അപ്രീസിയേഷനിൽ ഉൾപ്പെടുത്തേണ്ടത്. ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് ചോദിക്കുന്ന 8 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് +1. +2ലും ഇതേ ചോദ്യമുണ്ട്, പക്ഷെ അത് കമ്പാരിസൺ ആയിട്ടാണ് വരിക. നമുക്ക് +1 5 പോയമാണ് പഠിക്കാനുള്ളത്. ആ 5 പോയത്തിന്റെ തീം ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ തീമുമായി സാമ്യമുള്ള പോയാണ് എങ്ങനെയായാലും എക്സാമിന് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ പോയത്തിന്റെ അപ്രീസിയേഷൻ എഴുതുമ്പോൾ കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം, എങ്ങനെയൊക്കെയാണ് പോയത്തിന്റെ അപ്രീസിയേഷൻ എഴുതേണ്ടത്. എന്തായാലും ഈ ടിപ്സ് പോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം 5 മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ സാധിക്കും. ദ ഫസ്റ്റ് വൺ ഈസ് ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പൊ ഒരു 4 പാരഗ്രാഫ് ആക്കി നിങ്ങൾ പോയം അപ്രീസിയേഷൻ ഡിവൈഡ് ചെയ്യുക. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്ന് എഴുതേണ്ട, ആ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ടത് അബൌട്ട് ദ പോയറ്റ് ആൻഡ് പോയം. ആദ്യം തന്നിരിക്കുന്ന പോയം നന്നായിട്ട് വായിക്കുക. വായിച്ചു കഴിയുമ്പോൾ തന്നെ എന്തിനെ കുറിച്ചാണ് ആ പോയം എഴുതിയിരിക്കുന്നത് നമ്മുടെ മനസ്സിലേക്ക് വരും. പിന്നെ പോയത്തിനൊരു ഹെഡിങ് ഉണ്ടാവും, ആ ഹെഡിങ് മനസ്സിലാക്കുക. ചിലപ്പോൾ ആ ഹെഡിങ്ങിലും എന്തുണ്ടാവാം, പോയത്തിന്റെ തീമിനെ കുറിച്ച് പറയുന്നുണ്ടാവാം. പിന്നെ താഴെയായിട്ടോ അതല്ലെങ്കിൽ ക്വസ്റ്റ്യനിലോ ഉണ്ടാവും ആരാണ് പോയറ്റ്, ഈ കവിത എഴുതിയിരിക്കുന്നത് ആരായെന്നുണ്ടാവും. അപ്പൊ അതിനെ കുറിച്ചാണ് ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ എഴുതേണ്ടത്. ഫോർ എക്സാമ്പിൾ ദ പോയം, പിന്നെ പോയത്തിന്റെ പേര് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ഈസ് റിട്ടൺ ബൈ, പോയറ്റ് ആരാണെന്നുണ്ടെങ്കിൽ ആ പോയറ്റിനെ അറിയുന്നുണ്ടെങ്കിൽ മാത്രം, ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, റിട്ടൺ ബൈ അങ്ങനെ എഴുതി വെക്കാം. ദ പോയം ഡാഷ് ഈസ് റിട്ടൺ ബൈ. അവിടെ എന്താ എഴുതേണ്ടതെന്ന് മനസ്സിലായല്ലോ, പോയത്തിന്റെ പേരും അതുപോലെ തന്നെ പോയറ്റിന്റെ പേരുമാണ് വേണ്ടത്. അപ്പോൾ ആദ്യ ഇൻട്രൊഡക്ഷനിലെ ആദ്യത്തെ സെന്റൻസ് ആയി കഴിഞ്ഞു. രണ്ടാമത് വേണ്ട ഇറ്റ് ഹാസ് എ ഗുഡ് തീം. ഏത് പോയത്തിനാണെന്നുണ്ടെങ്കിലും അത് നല്ലൊരു തീമായിരിക്കാം. ഇറ്റ് ഈസ് വെരി സ്ട്രൈക്കിംഗ്. ഇനി നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇറ്റ് ടെൽസ് ആസ് ദ ഇമ്പോർട്ടൻസ് ഓഫ്. അപ്പൊ ആ തീമിന് മനസ്സിലാവും. കാരണം എന്ത്, ഡെത്തിനെ കുറിച്ചാണെങ്കിൽ അതിൽ ഡെത്ത് ഉണ്ടാവും, നേച്ചറിനെ കുറിച്ചാണെങ്കിൽ നേച്ചറിന് ഉണ്ടാവും, പിന്നെ നമുക്ക് പറയാം ഡിസാസ്റ്ററിനെ കുറിച്ചാണെങ്കിൽ ഡിസാസ്റ്റർ ഉണ്ടാവും, അതല്ലെങ്കിൽ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് പേഴ്സൺ അതിനെ കുറിച്ചാണെങ്കിൽ അതുണ്ടാവും. ഇത്രയും പോയിന്റ്സ് അല്ലേ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇറ്റ് ടെൽസ് ആസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡാഷ്. ഈ നെക്സ്റ്റ് സെന്റൻസ് the poet tries to convey that. പറയാൻ ശ്രമിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ പിന്നെ അതിന്റെ സമ്മറിയാണ് നമുക്ക് വേണ്ടത്. പോയം ജസ്റ്റ് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണോ മനസ്സിലാവുന്ന, പോയത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ സംഭവങ്ങൾ എഴുതി വെക്കാം. ഓക്കെ, അതിൽ സെൻട്രൽ ഐഡിയ ഉണ്ടാവും. ദ പോയറ്റ് സെൻട്രൽ ഐഡിയ ഈസ് എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുക. പിന്നെ ഇംപ്ലൈഡ് മീനിങ് എന്തെങ്കിലും കൊടുത്തില്ല, ഏതെങ്കിലും ഒരു ലൈനിൽ ഇംപ്ലൈഡ് മീനിങ് എന്ന് പറഞ്ഞാല് ഡയറക്റ്റ് അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ഏതെങ്കിലും ലൈൻസ് കൊടുത്തിട്ടുണ്ടാവാം. അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലൈൻസും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്രസ് ചെയ്ത് എഴുതാൻ പറ്റും. പിന്നെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആണ്. എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുമ്പോൾ സോഷ്യൽ റെലവൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ പോയറ്റിക് ഡിവൈസസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാവാം. പിന്നെ തന്നെ പറഞ്ഞ ഡിഫറെന്റ് ആംഗിൾസിൽ വായിച്ചു നോക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ സംഭവങ്ങളാണ് തോന്നിപ്പോവുക. അപ്പൊ അതേ രീതിക്ക് കാര്യങ്ങൾ എഴുതി വെക്കാം. അപ്പൊ 2 പാരഗ്രാഫ് ശരിക്കാവും. ഇനി മൂന്നാമത്തെ പാരഗ്രാഫിൽ നമ്മൾ എഴുതിയേക്കേണ്ടത് പോയറ്റിക് ഡിവൈസസ് ആണ്. ഈ പോയറ്റിക് ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് തുടങ്ങേണ്ടത് എങ്ങനെയായിരിക്കണം. ദെൻ പോയറ്റിക് ഡിവൈസസ് ആണ്. വാട്ട് ഈസ് പോയറ്റിക് ഡിവൈസ്, എന്താണ് പോയറ്റിക് ഡിവൈസ് എന്നുള്ളതാണ് നമ്മൾ നോക്കുക. പോയറ്റിക് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ആ പോയത്തിൽ അലങ്കാരപ്പെടുത്താനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരുപാട് വസ്തുതകൾ ഉണ്ടാവാം. അപ്പൊ സെന്റൻസ് നമ്മൾ തുടങ്ങുമ്പോൾ എങ്ങനെ എഴുതണം, ദ പോയറ്റ് യൂസസ് മെനി പോയറ്റിക് ഡിവൈസസ്. ദ പോയറ്റ് യൂസസ് മെനി പോയറ്റിക് ഡിവൈസസ്. ദേ മേക്ക് ദ പോയം വെരി എഫക്റ്റീവ്. ആ പോയത്തിന് നല്ല ഭംഗി കൂട്ടുന്നത് എന്താണ് ശരിക്ക്, ഈ പോയറ്റിക് ഡിവൈസ് ആണ്. നമുക്കറിയാം അതിൽ ഫസ്റ്റ് പറയേണ്ട സൗണ്ട് എഫക്ട്സ് ആണ്. അപ്പൊ സൗണ്ട് എഫക്ട്സ് കംപ്ലീറ്റ് റൈമിംഗ് വേർഡ്സ് മാത്രമല്ല, റൈം സ്കീം, അലിട്രേഷൻ, അസോണൻസ് ഇതൊക്കെ സൗണ്ട് എഫക്റ്റ് ആണ്. അപ്പൊ സൗണ്ട് എഫക്റ്റിൽ പറയുമ്പോൾ റൈമിംഗ് വേർഡ്സ് കംപ്ലീറ്റ് എഴുതണമെന്നില്ല. നമുക്ക് പറയാം ദ പോയറ്റ് യൂസസ് സം റൈമിംഗ് വേർഡ്സ് ടു ആഡ് ദ ബ്യൂട്ടി ഓഫ് ദി പോയം. ആ ലൈക്ക് എന്ന് പറഞ്ഞിട്ട് 2-3 എക്സാമ്പിൾ മാത്രം എഴുതി കൊടുക്കുക. അതുപോലെ തന്നെ ദ റൈം സ്കീം ഓഫ് ദ പോയറ്റ് ഈസ് എന്ന് പറഞ്ഞിട്ട് 2 എക്സാമ്പിൾ മാത്രം എഴുതിയാൽ മതി, എക്സെട്ര എന്ന് കൊടുക്കാൻ വന്നിട്ട്. ഇനി ആലിട്രേഷൻ ആണ്. എന്താ ആലിട്രേഷൻ എന്ന് പറഞ്ഞാല് റിപ്പീറ്റേഷൻ ഓഫ് ദി കോൺസണന്റ് സൗണ്ട്.
അതായത് റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ഒരേ ലൈനിൽ തന്നെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന കോൺസെന്റ് സൗണ്ട് ഉണ്ടെങ്കിൽ അതിനാണ് എന്ത് പറയാ, ആലിട്രേഷൻ എന്ന് പറയാ. ഫോർ എക്സാമ്പിൾ, ബെനീത്ത് മീ ബാത്ത്ഡ്, ബെനീത്തില് ബി ആണ്, ബാത്ത് എന്നുള്ളതില് ബി ആണ്, രണ്ട് റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്, സെയിം ലൈനിലാണ് അവിടെ ഉള്ളത്. മനസ്സിലായല്ലോ, അതാണ് ആലിട്രേഷൻ. അപ്പൊ ഇനി അസോണൻസ് ഉണ്ടോ നോക്കാം. അപ്പൊ അസോണൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെയും നമുക്ക് അസോണൻസിലെ എക്സാമ്പിൾ, ദിസ് ഈസ് ദ എക്സാമ്പിൾ ഫോർ അസോണൻസ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ദ പോയറ്റ് യൂസസ് സം അലിട്രേഷൻ ആൻഡ് അസോണൻസ് എന്ന് പറഞ്ഞ് കൊടുക്കാം. അസോണൻസിന് വൗവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. വൗവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്യാന്ന് റിച്ച്, റിവർ എന്നൊക്കെ പറയുമ്പോൾ ഐ അവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ ആറും റിപ്പീറ്റേഷൻ ആണ്. അപ്പൊ ആ അസോണൻസും ആണ്, കോൺസെന്റ് സൗണ്ട് ആണ്. ഓക്കെ, ഇനി സിമ്പിൾ ആണ്. അപ്പൊ അസോണൻസും ആലിട്രേഷനും മനസ്സിലായല്ലോ. ഇനി സിമ്പിൾ. വാട്ട് ഈസ് സിമ്പിൾ? സിമ്പിൾ എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് പിക്ചറൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, പ്രതീകം എന്ന് പറയാം. അപ്പോ സൺറൈസ് ഓൺ ദ ഹിൽസിൽ നമുക്ക് ഹില്ലൊരു സിമ്പിൾ ആണ്, ആണല്ലോ. അതുപോലെ സണ്ണ്, അതൊക്കെ സിമ്പിൾ ആണ്. പിന്നെ അതേപോലെ ഇമേജ്. അപ്പൊ ഇമേജ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. എങ്ങനെ ഇമേജ് എന്ന് പറയുന്നത്? സിമ്പിൾ അല്ലെങ്കിൽ ഇമേജ്, അതാണ് പറഞ്ഞത്. അപ്പൊ സിമ്പിൾ ആണെങ്കിൽ ഹി ഓൾസോ യൂസസ് മെനി ഇമേജസ് or symbols. He also uses many images, അല്ലെങ്കിൽ there are many images in the poem, അങ്ങനെ പറയാം. There are many images in the poem, അതല്ലെങ്കിൽ the poet uses many images, അങ്ങനെയും പറയാം. ഓക്കെ, ഇനി അടുത്തത് വേണം മൂഡ് ഓഫ് ദ പോയം. ആ പോയം എഴുതുമെന്ന് മനസ്സിലാവും എങ്ങനെയാണെന്ന്. ലാംഗ്വേജ് വേണം. മൂഡ് ഓഫ് ദ പോയം, ലാംഗ്വേജ് എങ്ങനെയാ? The poem is very simple, very interesting and meaningful, very simple and easy to understand, അങ്ങനെ കൊടുക്കാം. The poem is very simple and easy to understand. It is very interesting and meaningful. അപ്പോൾ മനസ്സിലായല്ലോ. ഇനി ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ആണ്. ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താ? മെറ്റഫർ, സിമിലി, പേഴ്സോണിഫിക്കേഷൻ, ഹൈപ്പർബോള്, അങ്ങനെ പറയുന്ന സംഭവങ്ങൾക്കാണ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ പറയാം. പക്ഷെ നമുക്കൊരു പോയം പെട്ടെന്ന് വായിച്ചു നോക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. സിമിലി ഉണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാം. എങ്ങനെയാണ്? ലൈക്ക് ആസ് എന്ന് പറഞ്ഞ ലൈൻ ഉണ്ടെങ്കിൽ അത് സിമിലിയാണ്. ബാക്കിയുള്ളതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതി വെക്കാം ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഉണ്ടായിരിക്കാം അധികം പോയത്തിലും. അപ്പൊ എന്ത് ചെയ്യാ? ദ പോയറ്റ് യൂസസ് സം ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ടു ആഡ് ദ ബ്യൂട്ടി ഓഫ് ദ പോയം. ഈ പോയത്തിന്റെ ഭംഗിക്ക് വേണ്ടി ഫിഗേഴ്സ് ഓഫ് സ്പീച്ചും ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇനി ലാസ്റ്റ് കൺക്ലൂഷൻ ആണ്. ഇനി കൺക്ലൂഷനിൽ വരുന്ന മെസ്സേജ് ആണ്. അപ്പൊ ഈ പോയം എന്തിനു വേണ്ടിയായിരിക്കാം എഴുതിയിട്ടുണ്ടാവുക? അതിനൊരു ഇന്റൻഷൻ ഉണ്ടാവും പോയത്തിന്, അല്ലെ? അതായത് കവിക്ക് ഒരു ഉദ്ദേശം ഉണ്ടാവും. എന്തിനു വേണ്ടിയായിരിക്കാം? ഒന്നുകിൽ സോഷ്യൽ, സാമൂഹിക പ്രസക്തിയുള്ള പോയങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ ജനങ്ങളെ അവയർനെസ് കൊടുക്കാൻ വേണ്ടിയുള്ള പോയങ്ങളാവാം, അതല്ലെങ്കിൽ ഒരു സന്തോഷം കിട്ടുന്നതിന് വേണ്ടി എഴുതുന്ന പോയങ്ങളൊക്കെ ആവും. അപ്പൊ നമുക്ക് അതും കൂടെ എഴുതി ചേർക്കണം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതി? അപ്പൊ ലാസ്റ്റ് മെസ്സേജ് അല്ലെങ്കിൽ ഇന്റൻഷൻ ഓഫ് ദ പോയറ്റ് പറഞ്ഞു. അതിൽ റെലവൻസ് ഉണ്ടാവും, സാമൂഹിക പ്രസക്തി ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. പിന്നെ പേഴ്സണൽ കമന്റ് ആണ്. ഈ പേഴ്സണൽ കമന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പോയം വൈ ഡു യു ലൈക്ക് ദിസ് പോയം, അങ്ങനെയാണ് ചോദിക്കുക ശരിക്കും. വൈ ഐ ലൈക്ക് ഓർ ഡിസ്ലൈക്ക് ദ പോയം, എന്തുകൊണ്ടാണ് ഈ പോയം നമുക്ക് ഇഷ്ടമായത്, അതല്ലെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പോയം ഇഷ്ടമായില്ല എന്നുള്ളത്. ചിലപ്പോൾ നമുക്ക് ആ പോയത്തിന്റെ റൈറ്റിംഗ് സ്റ്റൈൽ ആവശ്യമുണ്ടാവുക, അതല്ലെങ്കിൽ നമ്മുടെ പോയത്തിന്റെ തീം ആയിരിക്കും ഇഷ്ടമുണ്ടാവുക, അതല്ലെങ്കിൽ ആ പോയറ്റ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വേ ഓഫ് റൈറ്റിംഗ് ഉണ്ടാവാം, അല്ലെങ്കിൽ പോയത്തിന്റെ മെസ്സേജ് ആയിരിക്കും നമുക്ക് ഇഷ്ടമുണ്ടാവുക. അപ്പൊ ഏതാണോ എന്നുള്ളത് നമ്മളവിടെ പ്രത്യേകം ലൈന് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ. ഏറ്റവും നല്ലത് ഏത് ലൈനാണോ നമുക്ക് ഇഷ്ടപ്പെട്ടത് ആ ലൈൻ ഉപയോഗിച്ച് കൊടുക്കുകയാണെങ്കിൽ ഐ ലൈക്ക് ദിസ് പോയം വെരി മച്ച് എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പൊ ദ പോയം ഗിവ്സ് ആസ് എ ഗുഡ് മെസ്സേജ്, അതെല്ലാത്തിലും ഉണ്ടാവും. ദ തീം ഓഫ് ദ പോയം ഹാസ് സോഷ്യൽ റെലവൻസ്. അപ്പൊ ഇതും നമുക്ക് എല്ലാ പോയത്തിലും എഴുതി വെക്കാൻ പറ്റുന്നതാണ്. കാരണം ഇന്ന് വായിക്കുന്ന ഓരോ കവിതയ്ക്കും എന്തുണ്ട്? സാമൂഹിക പ്രസക്തി ഉണ്ട്. ഇപ്പൊ നമ്മുടെ പോയത്തിന്റെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഓരോ പോയം എടുക്കുകയാണെങ്കിലും അതിന്റെ തീം നോക്കുകയാണെങ്കിലോ ഫസ്റ്റ് പോയം വളരെ സോഷ്യൽ റെലവൻസ് ഉള്ള പോയാണ്, ഇഫ്, അല്ലെ? കാരണം അതില് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് പേഴ്സൺ ആ പറയുന്നത്, നല്ല വ്യക്തിക്ക് വേണ്ട സ്വഭാവ സവിശേഷതകളെ കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത്തെ പോയതാണ് ഡെത്ത് ദ ലെവലറാണ്. അതാണെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തീമാണ്. ഡെത്ത് ദ ലെവലറിൽ എന്താ പറയുന്നത്? നോ വൺ നോസ് അബൌട്ട് അവർ ആക്ഷൻസ്, അല്ലെ? ഡെയിലി ലൈഫ് ആക്ഷൻസ് ആരും അറിയുന്നില്ല, ആരും ചിന്തിക്കുന്നില്ല. കാരണം നമുക്ക് ഇന്ന് ഓർത്തു വെക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇന്ന് ചെയ്യുന്ന നന്മകളെ കുറിച്ച് മാത്രമാണെന്നുള്ള പറഞ്ഞത്. പിന്നെ മൂന്നാമത്തെ പോയിട്ട് നമുക്ക് പറയുന്നത് ഏതാണ്? സൺറൈസ് ഓൺ ദ ഹിൽസ് ആണ്. അപ്പൊ ഈ സൺറൈസ് ഓൺ ദ ഹിൽസ് നേച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതും നമുക്ക് സാമൂഹിക നേച്ചറിനെ നശിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം. പിന്നെ ടൈറ്റാനിക്, അപ്പൊ ടൈറ്റാനിക്കിലൊക്കെ അതുപോലെ തന്നെ സോഷ്യൽ റെലവൻസ് ഉള്ള പോയങ്ങളാണ് നമുക്ക് പറയുന്നത്, അല്ലേ?
പിന്നെ സ്ലീപ്പ്, നേച്ചറിനെ കുറിച്ച് കൊണ്ടും. അപ്പോൾ ഈ സോഷ്യൽ റെലവൻസുള്ള പോയെല്ലാം നമുക്ക് വേറെ ഉണ്ടാവില്ല. പിന്നെ കൂടാതെ വി ക്യാൻ റീഡ് ദ പോയം ഫ്രം ഡിഫറെന്റ് ആംഗിൾസ്. ആ പോയറ്റ് എഴുതിയ രീതിക്ക് ആയിരിക്കില്ല നമ്മൾ വായിക്കുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഡിഫറെന്റ് മീനിങ് ആയിരിക്കും അതിനകത്ത് കിട്ടുന്ന ഐഡിയാസ് ആവും കിട്ടുന്നുണ്ടാവുക. അപ്പൊ സോ മെനി ഐഡിയാസ് ഇൻ ദിസ് പോയം. അങ്ങനെ തരാം, കാരണം ഒരുപാട് ഐഡിയാസ് ഉണ്ടാവും ആ പോയത്തിന്. ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് മീനിങ് ഫുൾ. അപ്പൊ ഇതൊക്കെ നമ്മൾ പോയം ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളാണ്. കാരണം ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് മീനിങ് ഫുൾ. നല്ല രസകരമാണ്, വായിക്കാൻ നല്ല അർത്ഥമുള്ളതാണ്. സോ ഐ ലൈക്ക് ദിസ് പോയം വെരി മച്ച്. അപ്പൊ കൺക്ലൂഷനായി അല്ലെ, നമ്മൾ വളരെ ഭംഗിയായിട്ട് എന്ത് ചെയ്തു, പോയം കൺക്ലൂഡ് ചെയ്തു. ഓക്കെ, അപ്പൊ അപ്രീസിയേഷൻ എഴുതുമ്പോൾ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും വളരെ ഭംഗിയായിട്ട് എഴുതുക. പിന്നെ അതിനകത്ത് വരുന്നത് പോയം നന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പൊ നന്നായിട്ട് വായിക്കുകയും വേണം. പിന്നെ കൺക്ലൂഷനും കൂടി നല്ല ഭംഗിയായിട്ട് എഴുതി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മിനിമം 7 മാർക്ക് എന്തായാലും അതിനകത്ത് കിട്ടും. ഓക്കെ, അപ്പൊ അതൊക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് നോക്കുക. താങ്ക് യു.